അർജുന അശോക് കലക്കി ഉഗ്രൻ ഉഗ്രൻ നല്ല അഭിനയം നല്ല പടം. അത് ഇപ്പോഴത്തെ ഒരു യൂത്ത് ബേസിലുള്ള ഒരു സ്റ്റോറിയാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയൊരു സ്റ്റാറാണ് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പടം എന്നുള്ള രീതിക്ക് നന്നായിട്ട് ഇനിയിപ്പോ നമ്മുടെ ഒരു ഫ്യൂച്ചറിലൊരു യങ്സ്റ്റർ ആയിട്ട് മാറുന്നത്. പിന്നെ മുബിന്റെ ഫസ്റ്റ് മൂവിയാണ്. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള മൂവിയാണ്. സോങ്സ് എല്ലാം നന്നായിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നന്നായിട്ടുണ്ട്. ഓക്കെ, കോമഡിക്ക് പ്രാധാന്യം കുറവാണ്, എന്നാൽ ത്രില്ലിംഗ് ആണ് മൂവി. നല്ല ത്രില്ലിംഗ് ആണ്. എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയതാണ്. നല്ല മൂവിയാണ്. ഓക്കെ, താങ്ക് യു. ആള് എന്തൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പേരടി ഗാനങ്ങളും മറ്റൊക്കെ കേട്ടിട്ട് അങ്ങനെ കണ്ടുവളർന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ ആർട്ടിസ്റ്റ് എന്തായാലും ഓഡിയൻസിന് നഷ്ടപ്പെടാത്ത രൂപത്തിലായിരിക്കും അയാളെല്ലാം പരിപാടി. പാട്ടാണെങ്കിലും സിനിമ ആണെങ്കിലും എന്തായാലും മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടി സിനിമയിലും ഉണ്ട്. അശോകന്റെ അർജുന അശോകന്റെ ആണെങ്കിലും പുതിയ ആളാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അറിയാലോ, അങ്ങനെ കോമഡി ഫുള്ളി കോമഡി പരിപാടി അല്ല. കഥ നന്നായിട്ട് തന്നെ അടിയിലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഫുള്ളി കോമഡി പരിപാടി അല്ല. അത് ഒരിക്കലും തോന്നരുത് അങ്ങനത്തെ ഒരു പരിപാടി ആണല്ലോ. ഇത് എല്ലാതും ഉണ്ട്. നമ്മളെ ഈ പറഞ്ഞ പോലെ ചില സിറ്റുവേഷനിലൊക്കെ അങ്ങനെ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കുറെ തമാശകൾ ഉണ്ടെന്നുള്ളൂ. അതായത് ഫുള്ളി കോമഡി പരിപാടി അല്ല. പിന്നെ ആ പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി പാട്ടായിട്ട് ആദിഷ്കാരുടെ പടത്തിൽ എന്തായാലും നമുക്കൊരു നല്ലൊരു പാട്ട് കാണാം. ഈ പടത്തിലും വന്നിട്ടുണ്ട്. റാഫിക്കയുടെ മറ്റേ പടങ്ങൾ മുന്നേറല്ലോ. ആളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. പിന്നെ എഴുത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിലാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. റാഫിക്കയുടെ മോന് പുതിയ ആളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ പടത്തിൽ. അതിക്ക് തോന്നുന്ന നാദിർഷയുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടായിരിക്കും തോന്നുന്നത്. നല്ലൊരു മേക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു പുതിയ ആളാന്ന് ഫീൽ ചെയ്യുന്നില്ല. ആൾക്ക് എന്തായാലും ലീഡിൽ നിൽക്കുകയാണ്. കണ്ടിന്യൂ ആയിട്ട് ആൾക്ക് പടങ്ങൾ ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ടുണ്ട് പടം. എന്തായാലും ഈ സമയത്ത് ഇറക്കാൻ പറ്റുന്ന ഈ സിനിമ അവർക്ക് ഡേറ്റ് ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ചെറിയ ക്ലാഷുകളൊക്കെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡ്രഗ്സിന്റെ ഒക്കെ പറ്റിയുള്ള കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഈ കുറെ തമാശകളൊക്കെ ചേർത്തിട്ട് ആൾക്കാർക്ക് ബോറടിക്കാത്ത രൂപത്തിലാണ് സിനിമയിൽ പറഞ്ഞു കൊടുത്തത്. എന്തായാലും സിനിമ നന്നാവും. പ്രൊഡ്യൂസർക്ക് നഷ്ടപ്പെടില്ല തോന്നുന്നു. കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫില് നല്ല കോമഡി ഉണ്ട്. പിന്നെന്താ പറയാ, ഞാൻ ലൊക്കേഷനിലെ കണ്ടിട്ടുള്ളതാണ് അവന്റെ ആക്ടിങ്. അപ്പൊ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ കണ്ടു കൊള്ളാം. എല്ലാരും ഒന്നിനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുറവും ഇല്ല. ഉദ്ദേശിച്ച പോലെ എല്ലാവർക്കും ഫാമിലി എന്റർടൈൻമെന്റ് കോമഡി എല്ലാം ഉണ്ട്. എല്ലാവർക്കും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാരും കാണണമെന്ന് ഞാൻ പറയുന്നു. തിയേറ്ററിൽ വെരി ഹാപ്പി. പപ്പ ഇവിടെ ഇല്ല, ട്രാവലിംഗിലാണ്. അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റില്ല. കേട്ടില്ല. കുറച്ച് നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ തന്നെ വന്ന് കാണും.